പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണുമോതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, കവിയാണോ എന്ന് പറയുന്നത് ശരിയല്ല, സംവിധായകനാണോ, നിർമ്മാതാവാണോ, സകലകലാവല്ലഭനായിരുന്ന, ഞാൻ സിനിമയിൽ വന്ന ശേഷം പരിചയപ്പെടാതെ പോയ ചുരുക്കം പേരിലൊരാളാണ് ഭാസ്കരൻ മാഷ്, പി ഭാസ്കരൻ മാഷ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ശാന്തിയുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്ന കേശവുള്ള സാറിന് ഓർമ്മ വരും. ഞങ്ങളെ പേടിപ്പിച്ച് പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു കേശവുള്ള സാർ. ശരിക്കും ഭാസ്കരൻ മാഷിനെ കാണുമ്പോൾ എനിക്ക് കേശവുള്ള സാറിന് ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ ഒരു തവണ പോലും പോയി മാഷിനെ പരിചയപ്പെട്ടിട്ടില്ല. ഒരു ദൂരെ നിന്ന് ഭയഭക്തി ബഹുമാനത്തോടെ നോക്കി നിന്നിട്ടേ ഉള്ളൂ. എൻ്റെ കൂടെ വരുന്ന സംവിധായകരൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായി തൊട്ട് പുറകിൽ നിൽക്കുമെന്നുള്ളതല്ലാതെ ഞാൻ മുഖത്ത് പോലും, സാറ് നോക്കണമെങ്കിൽ ഞാൻ മുഖം എടുത്തുള്ളായി. ഭാസ്കരൻ മാഷിന് ഇന്നലെ 100 വയസ്സ് തികഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ 100 വയസ്സായനെ. മാഷിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പുല്ലൂറ്റുപാടത്ത് വീട്ടിൽ 1924 ഏപ്രിൽ 21 അദ്ദേഹം ജനിച്ചത്. ഇന്നലെയാണല്ലോ 21. നന്ദിയലത്ത് പത്മനാഭ മേനോൻ അമ്മാളും അമ്മ ദമ്പതികളുടെ 10 മക്കളിൽ 6-മനായിരുന്നു ഭാസ്കരൻ എന്നെല്ലാവരും വിളിച്ചിരുന്ന പി ഭാസ്കരൻ മാഷ്. അച്ഛൻ കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവായിരുന്നു. ഇന്ത്യയിലെ ആദ്യ സർവമത സമ്മേളനവും മിശ്രഭോജനവും ഒക്കെ നടത്തിയ കോൺഗ്രസ്സുകാരനായിരുന്നു പത്മനാഭ മേനോൻ. 1942 വാർത്തയിൽ പോയി മഹാത്മാഗാന്ധിയെ നേരിൽ കണ്ട ആളാണ് ഭാസ്കരൻ മാഷ്. 18 വയസ്സേ അന്നുള്ളൂ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലമായി കൊടുങ്ങല്ലൂരിൽ ഭാസ്കരൻ മാഷ് പ്രസംഗിച്ചു. അതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 9 മാസം, 18 വയസ്സുള്ളപ്പോൾ 9 മാസം ജയിലിലിട്ടു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പി ഭാസ്കരൻ കവിത എഴുതി തുടങ്ങി. പക്ഷേ ആ കവിതകൾക്ക് കവിയുടെ പേര് വെച്ചത് ഭാസി എന്നായിരുന്നു. കോളേജ് പഠനകാലത്ത് കമ്മ്യൂണിസത്തിൽ ആകർഷനായി. വിദ്യാർത്ഥി ഫെഡറേഷൻ സംഘടിപ്പിക്കുന്നതിൻ്റെ ചുമതലക്കാരനായി. അഖില കൊച്ചി വിദ്യാർത്ഥി ഫെഡറേഷൻ സെക്രട്ടറിയായി. ആഗസ്റ്റ് സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായി. 6 മാസം വീണ്ടും ജയിലിലായി. ജയിൽവാസം കഴിഞ്ഞ് കോഴിക്കോട്ട് ആരംഭിച്ച ദേശാഭിമാനി വാരികയിൽ ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗായക സംഘത്തിനായി പാട്ടുകൾ എഴുതി കൊടുത്തു. പല പാട്ടുകളും പാടി. പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വത്തെ അടിസ്ഥാനമാക്കി രവി എന്ന തൂലികാനാമത്തിൽ, അപ്പോൾ ഭാസി എന്നുള്ളത് മാറ്റി രവി എന്നാക്കി. രവി എന്നുള്ള തൂലികാനാമത്തിൽ വയലാർ ഗർജിക്കുന്നു എന്ന കവിതയിലൂടെ കേരളക്കരയിലാകെ പ്രശസ്തനായി ഭാസ്കരൻ മാഷ്. കവിതയെയും കവിയെയും തിരുവിതാംകൂർ മണ്ണിൽ നിന്നും ദിവാൻ സർ CP നാടുകടത്തി. അങ്ങനെ ഭാസ്കരൻ മാഷ് മദ്രാശിക്ക് പോയി. അവിടുന്ന് ജയകേരളം എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ പത്രാധിപരായി. അക്കാലത്താണ് ജെമിനി സ്റ്റുഡിയോ ഉടമ SS വാസൻ നിർമ്മിച്ച് ആചാര്യ സംവിധാനം ചെയ്ത അപൂർവ സഹോദരകൾ, പിന്നെ കമൽഹാസൻ അതേ പേരിലൊരു പടം ചെയ്തു, അപൂർവ സഹോദരകൾ എന്ന തമിഴ് ചിത്രത്തിൽ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, മലയാളം 5 ഭാഷയിലായിട്ട് ഒരു പാട്ടുണ്ടായിരുന്നു. അതിൽ മലയാളം വരികൾ എഴുതിക്കൊണ്ടാണ് ഭാസ്കരൻ മാഷ് എന്ന ഗാനരചയിതാവിൻ്റെ ജനനം. കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും വണ്ടേ, കളിച്ചും കൊണ്ട് പറക്കുന്നത് എന്തിനാ വണ്ടേ എന്നുള്ള വരികളായിരുന്നു. ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശീലിലായിരുന്നു ഈ പറഞ്ഞ 5 ഭാഷയിൽ വന്ന പാട്ടിൽ ഭാസ്കരൻ മാഷ് എഴുതിയ വരികൾ. ലഡ്ഡു ലഡ്ഡു മിഠായി വേണമാ വേണുമാ എന്നാണ് പാട്ടിൻ്റെ തുടക്കം. 1949 അപൂർവ സഹോദരകൾ തിയേറ്ററിലെത്തി. പിറ്റേ വർഷം 1950 ചന്ദ്രിക എന്ന സിനിമയ്ക്ക് പാട്ടെഴുതിയാണ് മലയാള സിനിമാ ഗാനശാഖയിലേക്ക് ഭാസ്കരൻ മാഷിൻ്റെ വരവ്.
നാടൻ ശീലുകൾ വെച്ച് അല്ലെങ്കിൽ നാടൻ പദപ്രയോഗങ്ങൾ വെച്ച് ഇത്രയും മനോഹരമായ പാട്ടെഴുതിയ മറ്റൊരു കവി മലയാള സിനിമാ ഗാന രംഗത്തില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹത്തോടൊപ്പം തുമ്പമൺ പത്മനാഭൻകുട്ടിയും ചന്ദ്രികയിൽ പാട്ടെഴുതി തുടക്കം കുറിച്ചു. 1951 നവലോകം, 1954 നീലക്കുയിൽ എന്ന് പറഞ്ഞ ചിത്രം വന്നതോടെ പി ഭാസ്കരൻ എന്ന കവി പ്രശസ്തനായ ഗാനരചയിതാവായി മാറി. നാടൻ പദപ്രയോഗങ്ങളിലൂടെ കേൾക്കാനുമുള്ള പാട്ടുകൾ എഴുതാൻ പി ഭാസ്കരനോളം വഴങ്ങുന്ന മറ്റൊരു ഗാനരചയിതാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ശ്രോതാക്കൾക്ക് നീലക്കുയിലെ ഗാനങ്ങൾ ആരാധനയോടെ കേൾക്കുന്നവരായി. കായലരികത്ത് വരയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി, പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നിറക്കിന് ചേർക്കണേ എന്നുള്ള പാട്ട് എല്ലാം നാടൻ വാക്കുകളല്ലേ, ആർക്കും പാടാവുന്ന പാട്ടുകളല്ലേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണിവിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ എന്നുള്ള പാട്ട്. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം എന്നുള്ള പാട്ട്. എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് എന്നുള്ള മറ്റൊരു പാട്ട്. എങ്ങനെ നീ മറക്കും കുയിലേ എന്നുള്ള പാട്ട്. നീലക്കുയിലെ എല്ലാ ഗാനങ്ങളും ശ്രദ്ധേയമായി. ആളിൻ്റെ റെഡിയിൽ ഭാസ്കര മാഷിനോടൊപ്പം ഉണ്ടായിരുന്ന കെ രാഘവൻ മാസ്റ്ററാണ് നീലക്കുയിലിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 1953 തിരമാല എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഭാസ്കര മാഷും രാമു കാര്യാട്ടും സഹസംവിധായകരായിരുന്നു. അനിൽകുമാറും PRS പിള്ളയും കൂടെ ഡയറക്റ്റ് ചെയ്ത പടമാണ് തിരമാല. ആ പടത്തിൽ ഇവർ രണ്ടുപേരും രാമു കാര്യാട്ടും പി ഭാസ്കരനും സഹസംവിധായകരായിരുന്നു, അല്ലെങ്കിൽ സംവിധാന സഹായികളായിരുന്നു. തിരമാലയിലെ പാട്ടുകളും ഭാസ്കര മാഷാണ് എഴുതിയത്. അതിൽ കടത്തുകാരൻ്റെ ഒരു റോളിൽ മാഷ് അഭിനയിക്കുകയും ചെയ്തു. സിനിമയിലെത്തും മുമ്പ് രാമു കാര്യാട്ട് സൗണ്ട് എന്ന് പറഞ്ഞൊരു സിനിമാ വാരിക നടത്തിയിരുന്നു. നീലക്കുയിൽ ഭാസ്കര മാഷും കാര്യാട്ടിനും വഴിത്തിരിവായി രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ ഡയറക്റ്റ് ചെയ്തത്. ഉറൂബ്, എ വിൻസെൻ്റ്, സത്യൻ, മിസ് കുമാരി തുടങ്ങി പ്രശസ്തരായവരുടെ സഹകരണം നീലക്കുയിലിൻ്റെ വിജയത്തിന് പ്രധാന ഘടകമായി. ഈ ചിത്രത്തിൽ PJ ആൻ്റണിക്ക് പറഞ്ഞിരുന്ന പോസ്റ്റ്മാൻ ശങ്കരൻ നായർ എന്ന് പറഞ്ഞ അതിൽ വലിയ വേഷമല്ലേ ശങ്കരൻ നായരുടെ വേഷം, ആൻ്റണി വരില്ല എന്ന് കത്ത് വന്നപ്പോൾ ഭാസ്കരൻ മാഷ് തന്നെ അഭിനയിച്ചു, സംവിധായകൻ തന്നെ ആ വേഷം ചെയ്തു. ഭാസ്കരൻ മാഷ് കുറേ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും നീലക്കുയിലിലെ ഈ പറയുന്ന ശങ്കരൻ മാഷിനോളം ശക്തമായ വേഷങ്ങൾ പിന്നെ കിട്ടിയില്ല അദ്ദേഹത്തിന്. ഒരു മുസ്ലിം പെൺകുട്ടിയെ സ്ക്രീനിൽ കാണിച്ച ആദ്യത്തെ മലയാള സിനിമയായിരുന്നു നീലക്കുയിൽ. ആദ്യമായി ഒരു ദളിത് ഗായിക ജാനമ്മ ഡേവിഡ് സിനിമയിൽ പാടിയത് നീലക്കുയിലാണ്. തിരുവനന്തപുരം നന്തങ്കോട് സ്വദേശിയായിരുന്നു ജാനമ്മ ഡേവിഡ്. നന്തങ്കോടിനെ പറ്റി പറയുമ്പോൾ വേറൊരാളുടെ കൂടി പറയണം. നന്തങ്കോട്ടുകാരിയായ ഒരു ദളിത് പെൺകുട്ടിയാണ് മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസി, വിഗതകുമാരിലെ. അവർ രണ്ടുപേരും രണ്ട് ദളിത് പെൺകുട്ടികൾ മലയാള സിനിമയിലേക്ക് വന്നത് നന്തങ്കോട്ട് നിന്നാണ്. 1954 ഒക്ടോബർ 22 എറണാകുളം ലക്ഷ്മൺ തിയേറ്ററിലും തിരുവനന്തപുരം ചിത്ര തിയേറ്ററിലും കോഴിക്കോട് കോർണേഷനിലും നീലക്കുയിൽ റിലീസ് ചെയ്തു. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും 75 ദിവസം തുടർച്ചയായിട്ട് പ്രദർശിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാരനായ പി ഭാസ്കരനും രാമു കാര്യട്ടും സിനിമയാക്കാൻ ഉറൂബിനോട് ഒരു കഥ കേൾക്കുമ്പോൾ അദ്ദേഹം 3 കഥകൾ പറഞ്ഞു. അതിൽ നിന്നാണ് ഇവർ നീലക്കുയിൽ തിരഞ്ഞെടുത്തത്. ബാക്കി 2 കഥകൾ രാരിച്ചൻ എന്ന പൗരനും നായരി പിടിച്ച പുലുവാലും നീലക്കുയിലിൻ്റെ പിന്നാലെ ഭാസ്കര മാഷ് ഒറ്റയ്ക്ക് സംവിധാനം ചെയ്തു. 1947 പാലിയം സത്യാഗ്രഹം. കൊടുങ്ങല്ലൂരിൽ നിന്നും പാലിയം വരെ ഒരു സംഘം സത്യാഗ്രഹികൾ പുറപ്പെടുന്നു. യാത്രയിൽ പാടാനൊരു പാട്ട് വേണം, ഭാസ്കര മാഷ് എഴുതി, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരുകാരുടെ ഭാസ്കരൻ എഴുതി സ്വന്തമായി ഈണമിട്ട് പാടിക്കൊടുത്തു. സത്യാഗ്രഹ സംഘം യാത്ര ആരംഭിച്ചു. വൈകുന്നേരം വീട്ടിൽ പോലീസുകാർ വന്നു. ഏമാൻ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. എന്താ കാര്യം എന്ന് ചോദിച്ചു. സമരക്കാർക്ക് പാട്ടെഴുതി കൊടുത്തു, അതാണ് കുറ്റം. പാട്ടെഴുതുന്നതും കുറ്റമാണോ എന്ന് ചോദിച്ചു. SIയുടെ മുന്നിൽ ഹാജരായി. അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ ശിക്ഷയൊന്നും നൽകാതെ വാണിംഗ് കൊടുത്ത് പറഞ്ഞു വിട്ടു. ഉയരും ഞാൻ നാടാകെ, പടരും ഞാനൊരു പുത്തനുയർ, നാട്ടിനേകിക്കൊണ്ട് ഉയരും വീണ്ടും എന്ന് പറഞ്ഞ് വയലാർ ഗർജിക്കുന്നു എന്ന് പറഞ്ഞ കവിതയിലെ വരികളാണ്. അതുപോലെ തന്നെ വയലാർ ഗർജിക്കുന്ന പോലെ തന്നെ ഓർക്കുക വല്ലപ്പോഴും, നമ്മുടെ ഈ പ്രോഗ്രാമിലെ ഒരു സെഗ്മെൻറ്റിൻ്റെ പേര് ഓർക്കുക വല്ലപ്പോഴുമാണ്. ഭാസ്കര മാഷിൻ്റെ ശ്രദ്ധേയമായ കവിതയാണ് ഓർക്കുക വല്ലപ്പോഴും. ദേശാഭിമാനി വാരിക കോഴിക്കോട്ട് നിന്നാണ് തുടങ്ങിയത്. അതിൽ ചേർന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
1948-49 2 വർഷം ദേശാഭിമാനിയിൽ പ്രവർത്തിച്ചു. 50 കോഴിക്കോട്ട് ആകാശവാണിയുടെ ARൻ്റെ നിലയം വന്നു. പ്രക്ഷേപണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഭാസ്കരൻ മാഷ് അവിടെ ജോലിക്ക് കയറി. പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗം, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമല്ലേ AR, രഹസ്യാന്വേഷണ വിഭാഗം ഭാസ്കരൻ മാഷിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞപ്പോൾ രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് അദ്ദേഹം മദ്രാസിലേക്ക് പോയി. ജയകേരളം പത്രാധിപ സ്ഥാനമേറ്റെടുത്തു. ARൽ P. ഭാസ്കരൻ മാഷ് ജോലി ചെയ്യുന്ന കാലത്താണ് ലളിതഗാന സംഗീതം ARൽ തുടങ്ങുന്നത്. സിനിമാ രംഗത്ത് ഭാസ്കരൻ മാഷിൻ്റെ ഏറ്റവും അടുപ്പമുള്ള മനസാക്ഷി എന്ന് പറയാവുന്ന സുഹൃത്ത് എന്ന് പറയുന്നത് ശോഭന പരമേശ്വരൻ നായരായിരുന്നു. 1960 എൻ്റെ സിനിമാ ഗാനങ്ങൾ എന്ന പുസ്തകം ഭാസ്കരൻ മാഷ് ഇറക്കിയപ്പോൾ ആ പുസ്തകം സമർപ്പിച്ചത് ശോഭന പരമേശ്വരൻ നായർക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര ആത്മബന്ധം ഉണ്ടായിരുന്നു. P. ഭാസ്കരൻ, ബാബുരാജ് ടീം ഇതുപോലെ തന്നെ ഒരുപാട് അനശ്വരങ്ങളായ പാട്ടുകളുണ്ടാക്കിയ ടീമായിരുന്നു. വയലാറിനെ ഭാസ്കരൻ മാഷ് വിളിച്ചിരുന്നത് കുട്ടൻ എന്നാണ്, തിരിച്ച് വയലാർ വിളിച്ചിരുന്നത് അളിയ എന്നായിരുന്നു. ബാബുരാജിനോടൊപ്പം K. രാഘവൻ മാഷിനോടൊപ്പവും എപ്പോഴും കൂടെ ഇരുന്ന് പാട്ടൊരുക്കുമായിരുന്നു. നല്ല ടീമായിരുന്നു അവർ രണ്ടുപേരും. ഭാസ്കരൻ മാഷും ബാബുരാജുമായിട്ടും ഭാസ്കരൻ മാഷും രാഘവൻ മാഷുമായിട്ടും നല്ല ടീമായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടും രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരാണ്. 36 സിനിമകൾക്ക് പാട്ടുണ്ടാക്കിയിട്ട് ഒന്നിച്ച് പാട്ടൊരുക്കിയപ്പോഴും ആ ദൃഢത ദേവരാജ മാഷുമായിട്ട് ഭാസ്കരൻ മാഷിനില്ലായിരുന്നു. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റായിട്ട് പോലും ഒരു മാനസിക പൊരുത്തം ഇല്ലായിരുന്നു. ONV, ദേവരാജൻ, തോപ്പിൽ വാസി, അതല്ലേ ടീം, ഞാനതിലില്ലല്ലോ എന്നായിരുന്നു ഭാസ്കരൻ മാഷ് എപ്പോഴും പറഞ്ഞിരുന്നത്. ഒന്നിച്ചിരുന്ന് പാട്ടൊരുക്കിയിട്ടേ ഇല്ല. ചിലപ്പോൾ ഈണങ്ങൾ നല്ല മൂടാണെങ്കിൽ ദേവരാജ മാഷ് ഫോണിൽ കൂടെ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. ONVയുമായും അടുത്ത ബന്ധം ഇല്ലായിരുന്നുവെന്ന് മരിക്കുന്നതുവരെയും വർത്തമാനത്തിനിടയിൽ ഭാസ്കരൻ മാഷ് പറയുന്നത്. എന്തുകൊണ്ടോ ONVയുമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ DC ബുക്സ് ഇറക്കിയ P. ഭാസ്കരൻ്റെ സമ്പൂർണ്ണ കൃതികൾക്ക് അവതാരിക എഴുതിയത് ONV കുറുപ്പാണ്. നഗരം നഗരം മഹാസാഗരം, കളിയും ചിരിയും പോലെ, ചളിയും ചുഴിയും പോലെ എന്നുള്ള പ്രശസ്ത എത്ര പാട്ടുകൾ വേണമെങ്കിലും പറയാമല്ലോ. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉണരുന്നു, ഉയരുന്നു അവർ നാട്ടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടെടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ, പൊതുജനത്തെ കഴുതകളാക്കും മധുപാന ചക്രവർത്തി ഇവനല്ലോ എന്നുള്ള രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ഗാനം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഭാസ്കരൻ മാഷിൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിലൂടെ ഓടിപ്പോകും. നീലക്കുയിലിന് പിന്നാലെ രാരിച്ചൻ എന്ന പൗരൻ, ലൈല മജ്നു, നായർ പിടിച്ച പുരുവാല്, ഭാഗ്യജാതകം, കാട്ടുകുരങ്ങ്, ഇരുട്ടിൻ്റെ ആത്മാവ്, ആദ്യകിരണങ്ങൾ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, പരീക്ഷ, മനസ്സുനി, ലക്ഷപ്രഭു, മൂലധനം, അരക്കള്ളം മുക്കാക്കള്ളൻ, കള്ളിച്ചെല്ലമ്മ, കാക്കത്തമ്പുരാട്ടി, തുറക്കാത്ത വാതിൽ, ഉമ്മാച്ചു, വിലയ്ക്ക് വാങ്ങി വീണ, ജഗദ്ഗുരു ആദിശങ്കരൻ, ഗുരുവായൂർ മാഹാത്മ്യം, ശ്രീമദ് ഭഗവത്ഗീത തുടങ്ങി ഒരുപാട് സിനിമകൾ, പ്രത്യേകമായ സിനിമകൾ ഭാസ്കരൻ മാഷ് ചെയ്തു. നീലക്കുയിലെ, ഇരുട്ടിൻ്റെ ആത്മാവ്, മുറപ്പെണ്ണ്, ഈ 3 സിനിമകളാണ് എൻ്റെ പ്രിയപ്പെട്ട സിനിമകളെന്ന് മരിക്കും വരെയും ഭാസ്കരൻ മാഷ് പറയുമായിരുന്നു. കമ്മ്യൂണിസം വിട്ട് ആത്മീയതയിലേക്ക് ഭാസ്കരൻ മാഷ് ചേക്കേറി എന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നു. അത് പറയാൻ കാര്യം, ജഗദ്ഗുരു ആദിശങ്കരനും ഗുരുവായൂർ മാഹാത്മ്യവും ശ്രീമദ് ഭഗവത്ഗീതയൊക്കെ ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു വിമർശനം വന്നത്. കമ്മ്യൂണിസമൊക്കെ വിട്ട്, ഭൗതികവാദമൊക്കെ വിട്ട് ആത്മീയതയിലേക്ക് പോയി എന്നുള്ളൊരു പരാതി വന്നു. എല്ലാ വിമർശനങ്ങളും ഞാൻ ഏൽക്കുന്നു എന്നാണ് അതിന് മറുപടിയായി ഭാസ്കരൻ മാഷ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം, ഞാൻ ജഗദ്ഗുരു ആദിശങ്കരനെ ഉൾപ്പെടെ ആരെയും കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുമായിരുന്നു. താമര കുമ്പിളിലല്ലോ മമഹൃദയം, ഇതിൽ താതാ നിൻ സംഗീത മധുപകരു, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ എന്ന് പറഞ്ഞ് ജാനകിയമ്മ പാടുന്നൊരു മനോഹരമായ പാട്ടുണ്ട്. എനിക്ക് എത്ര കേട്ടാലും മതി വരാത്ത പാട്ടാണ്. ആ ദേവാ എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുന്ദരമാമി
നിത്യാനപാലകൻ നീയല്ലോ. നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ നിത്യാനപാലകൻ നീയല്ലോ ദേവാ. ദേവാ ദേവാ. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ബാബുരാജിൻ്റെ സംഗീതത്തിൽ ഭാസ്കര മാഷയുടെ വരികൾക്ക് ജാനകിയമ്മ പാടിയതാണ്. ആ ജാനകിയമ്മ ഭാസ്കര മാഷിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം രോഗഗ്രസ്തനായി കിടക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ മാഷിനെ കാണാൻ വന്നു. ജാനകിയമ്മയെ കൊണ്ടുപോയത് പ്രശസ്ത ഗാന നിരൂപകനും മലയാള ചലച്ചിത്ര ശാഖയുടെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ രവി മേനോനായിരുന്നു. എന്നെ ഞാനാക്കിയ പാട്ടെഴുത്തുകാരനല്ലേ, ഭാസ്കര മാഷിനെ ഒന്ന് കാണണം, സുഖമില്ലാതിരിക്കുകയല്ലേ എന്ന് രവി മേനോനോട് ജാനകിയമ്മ പറഞ്ഞു. മാസ്റ്ററുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാസ്കര മാഷ് ഉറങ്ങുകയാണ്. കൈകൾ രണ്ടും മാറത്ത് ചേർത്ത് വച്ച് നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹം ഉറങ്ങുന്നത് ജാനകിയമ്മ നോക്കി നിന്നു. മൃദുവായി പതുക്കെ അദ്ദേഹത്തിന് അലോസരമുണ്ടാക്കാതെ തട്ടി ഉണർത്തി ജാനകി വന്ന വിവരം ഭാര്യ പറഞ്ഞപ്പോൾ മാസ്റ്ററുടെ മുഖത്ത് നിസ്സംഗഭാവം മാത്രം. ഈ ജന്മം അത് മറക്കാനാവില്ല എന്നാണ് രവിമേനോൻ പറയുന്നത്. ആ ഭാവം, അതായത് അദ്ദേഹത്തിന് ജാനകിയമ്മ ഒന്നും മനസ്സിലാവുന്നില്ല. അൾഷിമേഴ്സ് മറവി രോഗമായിരുന്നല്ലോ. വഴിതെറ്റി കയറി വന്ന ഏതോ അപരിചിതയെ എന്ന വണ്ണം ജാനകിയെ നോക്കിക്കിടന്നു അദ്ദേഹം. ആരാ, മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അതായിരുന്നു മാസ്റ്ററുടെ ആദ്യത്തെ ചോദ്യം. ആരാ? ജാനകിയമ്മയെ മനസ്സിലായില്ലോ. എത്രയോ കാലം, എത്രയോ പാട്ടുകൾക്ക് മൈക്കിന് മുന്നിൽ ജാനകിയമ്മ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന ഭാസ്കര മാഷ് ചോദിക്കുകയാണ്, ആരാ? ജാനകിയമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന ഗദ്ഗതം പോലെ, മാസ്റ്റർ, ഇത് ഞാനാണ് ജാനകി, എനിക്ക് അറിയില്ലല്ലോ എന്നായി മാഷ്. ഞാൻ ജാനകിയാണ് എന്ന് പറയുമ്പോൾ മാഷ് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയാം, എനിക്കറിയില്ലല്ലോ നിങ്ങളെ, ഈ മുഖം മുൻപ് ഞാൻ കണ്ടിട്ടേയില്ല. ആലോചിച്ച് നോക്കൂ, ഭാസ്കര മാഷ് പറഞ്ഞതാണ്, ഈ മുഖം മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല, ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറുപടി കേട്ട ജാനകിയമ്മ തളർന്നു പോയി. കുറച്ചു കാലമായി മാസ്റ്റർ ഇങ്ങനെയാണ്, ഒരു പാട്ട് പാടി നോക്കൂ, മുഖം മറന്നാലും ശബ്ദം മറക്കാനാവുമോ മാസ്റ്റർക്ക് എന്നായി മാസ്റ്ററുടെ ഭാര്യ. 1959 മിന്നൽ പടയാളിയിലെ രാഖുയിലെ മുതൽ മാസ്റ്ററുടെ പാട്ടുകൾ പാടി അനശ്വരയാക്കിയ ഗായികയാണ് ജാനകിയമ്മ. ജാനകിയമ്മ മൂടുപടത്തിനായി മാസ്റ്റർ എഴുതി ബാബുക്ക സൃഷ്ടിച്ച മനോഹരമായ തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ലേ വിരുന്നുകാരൻ എന്നുള്ള മനോഹരമായ പാട്ടുപാടി. ഗാനത്തിൻ്റെ പല്ലവി കഴിഞ്ഞ് ചരണത്തിൻ്റെ തുടക്കമെത്തിയപ്പോൾ ഏതോ ഉൾവിളിയാൽ എന്ന വണ്ണം മാസ്റ്റർ പതിയെ കട്ടിലിൽ നിന്ന് എണീറ്റിരുന്നു. പൂന്നുള്ളി പൂന്നുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ എന്ന് ജാനകിയമ്മ പാടുന്നതിനിടയിൽ ലയിച്ചു ചേർന്ന് മാസ്റ്ററും ചുണ്ടനക്കി. കവിയും പാട്ടുകാരിയും ഒന്നായി ഗാനത്തിൻ്റെ ആത്മാവിലൂടെ ഒഴുകി പോകുമ്പോൾ മാസ്റ്ററുടെ ഭാര്യ അടുത്തിരുന്ന് കണ്ണീരൊപ്പി. പിന്നെയും പിന്നെയും ജാനകിയമ്മ പാടി. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ എന്നുള്ള പാടി, മനോഹരമായ കേശാദിപാദം തൊഴുന്നേൻ എന്നുള്ള പാട്ട് പാടി, നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ എന്നുള്ള എല്ലാം ഭാസ്കര മാഷിൻ്റെ പാട്ടുകളാണ്. ഓരോ പാട്ടും ചരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വയം അറിയാതെ ഭാസ്കര മാസ്റ്റർ ആലാപനത്തിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. ഏതോ അദൃശ്യ ശക്തിയുടെ പ്രേരണയാൽ എന്നവണ്ണമായിരുന്നു അദ്ദേഹം ആ പാട്ടുകളിലേക്ക് ഊഴ്ന്നിറങ്ങി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ യാത്ര ചോദിക്കാൻ എഴുന്നേറ്റ ജാനകിയമ്മയുടെ നേർക്ക് കൈകൂപ്പി നിഷ്കളങ്കമായ ചിരിയോടെ മാസ്റ്റർ ചോദിച്ചു, ഇതൊക്കെ ആരുടെ പാട്ടുകളാണ്? നല്ല ശബ്ദം, അതായത് നിങ്ങൾ പാടിയത് നല്ല ശബ്ദത്തിലാണ്, പക്ഷേ ഈ പാട്ടുകളൊക്കെ ആരാ എഴുതിയത് എന്ന് മാസ്റ്റർ ചോദിക്കുന്നു. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന് അൾഷിമേഴ്സ് മറവി രോഗം വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. ഒരുപാട് കാലം ഭാസ്കര മാസ്റ്റർ ഞാൻ ആരാണ് എന്നറിയാതെ ജീവിക്കേണ്ടി വന്നു. അദ്ദേഹം നിഷ്കളങ്കതയോടെ ഒരു കുട്ടി ചോദിക്കുന്നത് പോലെയാണ് ജാനകിയമ്മയോട് ചോദിച്ചത്, ഇതൊക്കെ ആരുടെ പാട്ടുകളാണ്? നല്ല ശബ്ദം, ഇനിയും വന്ന് പാടിത്തരണം കേട്ടോ. അതായത് ഇന്ന് പോയാലും
ഇനിയും വരണം, വന്നിട്ട് എനിക്ക് പാടിത്തരണം കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നും പറയാനാകാതെ ഗായിക ഗദ്ഗതം നെഞ്ചിൽ അടക്കി പിടിച്ച് കടന്നുപോയി. ഇവിടെ രവിമേനോൻ മാസ്റ്റർ പറഞ്ഞ വേറൊരു കഥ പറയുന്നു. ക്യാൻസർ രോഗബാധിതയായി നടി രാഗിണി ആശുപത്രി കിടക്കുകയാണ്. നമ്മുടെ തിരുവിതാംകൂർ സിസ്റ്റേഴ്സിലെ ലളിത പത്മിനി രാഗിണിയിലെ രാഗിണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പരിചയം കൊണ്ട് അദ്ദേഹം മാസ്റ്റർ അവരെ കാണാനായിട്ട് ആശുപത്രി ചെന്നു. ക്ഷീണിതയായ രാഗിണി മാസ്റ്ററെ കണ്ടപ്പോൾ രാഗിണി പണിപ്പെട്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പഴയൊരു പാട്ടിൻ്റെ ഈരടികൾ അവർ മൂളി. ഭാസ്കരൻ മാഷിൻ്റെ വരികൾ തന്നെ. ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു എന്നുള്ള പാട്ടാണ് അവർ പാടിയത്. രാഗിണി കണ്ണീറടക്കാനാവാതെ ആശുപത്രി മുറി വിട്ടുപോയി ഭാസ്കരൻ മാഷ്. ഈ കഥ രവിമേനോനോട് പറഞ്ഞിരുന്നു. കാലം മാറുന്നു, കഥാപാത്രങ്ങളും എന്നാണ് മാഷ് തന്നെ എഴുതിയത്. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു എന്ന് എഴുതിയ ആളാണ് ഭാസ്കരൻ മാഷ്. തിരുവനന്തപുരത്ത് ജവഹർ നഗറിലെ പുലരി എന്ന് പറഞ്ഞ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തും ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഒന്നിച്ച് ജോലി ചെയ്ത ആളും സാഹിത്യകാരനും ഒക്കെ ആയ പെരുമ്പുഴ ഗോപാലകൃഷ്ണ സാർ ഭാസ്കരൻ മാഷിനെ കാണാൻ ചെന്നു. വരൂ എത്ര നാളായി കണ്ടിട്ടെന്ന് വളരെ സന്തോഷത്തോടെ ഭാസ്കരൻ മാഷ് പറഞ്ഞു. എന്നിട്ട് ശബ്ദം താഴ്ത്തി പെരുമ്പുഴ ഗോപാലകൃഷ്ണ സാറിനോട് കാതിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നമ്മുടെ പേരെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ പെരുമ്പുഴ ഈ അൾഷിമേഴ്സ് ആണെന്ന് അറിഞ്ഞു ചെന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിശയം തോന്നിയില്ല. അദ്ദേഹം അപ്പോൾ വിശദമാക്കി, മാഷേ ഞാനും മാഷും കൂടി KSFDCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വഴുതക്കാട് കലാഭവനിലെ ഓഫീസിൽ നമ്മൾ എത്ര കാലം ഇരുന്നു എന്നൊക്കെ പറഞ്ഞ്, പിന്നെ CPIയിൽ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുകൊണ്ട് അതുമൊക്കെ വിശദീകരിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. നമ്മൾ എത്ര കാലമായി പരിചയക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഭാസ്കരൻ മാഷ് ചോദിച്ചത് ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് കേട്ടു. പെരുമ്പുഴയ്ക്ക് ഒരു ബിസിനസ്സും ഇല്ല, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. വിഷയം മാറ്റാനായി പെരുമ്പുഴ ചോദിച്ചു, ശശികുമാർ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ശശികുമാർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, PTI ശശികുമാർ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ മമ്മൂട്ടി മൈക്കാട്ട് അഭിനയിച്ചൊരു പടമുണ്ടല്ലോ, ലൗഡ് സ്പീക്കർ എന്ന്. ആ പടത്തിലെ നായകനൊക്കെ ആയിരുന്ന, ഏഷ്യാനെറ്റിൻ്റെ തലവനായിരുന്ന PTI ശശികുമാർ ഭാസ്കരൻ മാഷിൻ്റെ മകളുടെ ഭർത്താവാണ്. അപ്പോൾ വിഷയം മാറ്റാനായിട്ട് പെരുമ്പുഴ ചോദിച്ചു, ഇപ്പോൾ ശശികുമാർ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഭാസ്കരൻ മാഷ് പറഞ്ഞ മറുപടി, അക്കാര്യം ഒന്നും പറയണ്ട, ആ പടം ഒട്ടും ഓടിയില്ല. അദ്ദേഹം ശശിധരൻ എന്നുള്ള സിനിമയാണ് ഓർക്കുന്നത്, ശശികുമാറിനെ ഓർമ്മയില്ല, മരുമകനെ പോലും ഓർമ്മയില്ല. എന്നിട്ട് ശശിധരനിലെ പാട്ട് പാടി. അപ്പോൾ വീണ്ടും ചോദിച്ചു, അപ്പോൾ നമ്മുടെ പേരെന്താണെന്നാണ് പറഞ്ഞത് എന്ന് വീണ്ടും ചോദിച്ചു. സോഡിയം കുറയുന്നതിൻ്റെയും അൾഷിമേഴ്സിൻ്റെയും ഒക്കെ കുഴപ്പം ഭാസ്കരൻ മാഷ് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു, ക്ഷീണമില്ല, നന്നായി സംസാരിക്കും, നന്നായി പെരുമാറും. പക്ഷേ എല്ലാം വഴിമാറിയാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വന്നിരിക്കുന്ന ആളിനോട് വേറെ കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്. രാത്രി മധ്യയാമങ്ങളിൽ ഭാര്യയും ഭാസ്കരൻ മാഷും കൂടെ ഉറങ്ങി കിടക്കായിരിക്കും. ഉറക്കത്തിൽ നിന്ന് രാത്രി 12, 1 മണി, 2 മണി മധ്യയാമങ്ങളിൽ എണീറ്റ് പോയിട്ട് കുളിമുറി കയറി കഥ കടച്ചിട്ട് കുളിക്കും. സ്ഥലകാല ബോധം മറന്നുപോയി. അപ്പോൾ പാതിരാത്രി എണീറ്റ് പോയി കുളിക്കും. പിന്നെ കുളി ഒന്നിലധികം പ്രാവശ്യമായി. ശ്രദ്ധിക്കാതിരുന്നാൽ എണീറ്റ് പോയി കുളിച്ചു കളയും. ഈ കുളിക്കുന്നതിനിടയിൽ രാത്രിയാണെന്നോ പകലാണെന്നോ നോക്കാതെ ഉച്ചത്തിൽ മാഷ് പാടുമായിരുന്നു. പ്രത്യുഷ പുഷ്പമേ മുഗ്ധ നൈർമല്യമേ ചൊല്ലുമോ നീ എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അപാരസുന്ദര നീലാകാശം, അനന്തതേ നിൻ മഹാസമുദ്രം എന്നുള്ള പാട്ട്, മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കുകയാണ് അതിനെളുപ്പം എന്ന് പറഞ്ഞ പാട്ട്, മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർന്നിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ഭാസ്കരൻ മാഷ് രാത്രികാലങ്ങളിൽ ബാത്റൂമിൽ കയറിയിട്ട് നിന്ന് കുളിക്കുമ്പോൾ പാടുമായിരുന്നു. P. ഭാസ്കരനാണ് എൻ്റെ ഗുരു. നേരിട്ട് അദ്ദേഹം എന്നെ ഒന്നും അഭ്യസിപ്പിച്ചിട്ടില്ല. ഞാൻ എഴുതിയ വരികൾ അദ്ദേഹം തിരുത്തിയിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സംവിധാന സഹായിയും ആയിട്ടില്ല. എന്നാലും P. ഭാസ്കരൻ എൻ്റെ ഗുരുവാണ്. കാക്കത്തമ്പുരാട്ടി P. ഭാസ്കരൻ സിനിമയാക്കിയപ്പോൾ തിരക്കഥ എഴുതാൻ മാത്രമല്ല പാട്ടുകളും എഴുതാൻ ഈ പറഞ്ഞ മലയാളത്തിൻ്റെ ഞാൻ പേര് പറയാത്ത പ്രിയപ്പെട്ട കവി പറഞ്ഞതാണിത്. പാട്ടുകളും ഭാസ്കരൻ മാഷ് ഗാനരചയിതാവായിട്ട് പോലും അദ്ദേഹം സംവിധാനം ചെയ്ത പടത്തിൽ നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞ് തിരക്കഥാകൃത്തിന് തന്നെ പാട്ടെഴുതാൻ കൊടുത്ത വിശാല മനസ്സുള്ള ആളാണ് ഭാസ്കരൻ മാഷ്. അതുപോലെ KP ഉദയഭാനുവിനെ ലൈല മജ്നു എന്ന് പറഞ്ഞ പടത്തിലൂടെ ഗായകനാക്കി. അതുപോലെ ഭാഗ്യജാതകത്തിലൂടെ ഷീലാമ്മയെ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിപ്പിക്കുന്നത് ഭാസ്കരൻ മാഷാണ്. 1980 ഭാസ്കരൻ മാഷ് മദിരാശി വിട്ടു.
1980 വരെ മദ്രാസിലുണ്ടായിരുന്നുള്ളൂ. വിശ്രമ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തുടരെ സിനിമകൾ വിജയിക്കാതായപ്പോൾ മാർവാടികൾ മാഷിൽ നിന്നകന്നു. കടബാധ്യതകൾ വർദ്ധിച്ചു. ബാലാജി ഫിലിം സ്റ്റുഡിയോയുടെ സമീപത്തുണ്ടായിരുന്ന സ്വന്തം വീടും സ്ഥലവും വിറ്റ് മദ്രാസിലുള്ള മാർവാടികളുടെ കടങ്ങളെല്ലാം തീർത്തിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് ജവഹർ നഗറിൽ വാടക വീട്ടിലേക്ക് താമസം മാറ്റി. പല വീടുകൾ മാറി. വീട്ടുമാറ്റങ്ങൾ അദ്ദേഹത്തെ ശരിക്കും അലട്ടി. തിരക്കിൽ നിന്ന് ഒറ്റപ്പെട്ട പോലെയായി ഭാസ്കരൻ മാഷ്. പോയിരിക്കാൻ ഒരിടമില്ല, പ്രവർത്തിക്കാനാണെങ്കിൽ ഒരു വേദിയില്ല, സ്റ്റാർട്ട് കട്ടുകളൊന്നും തീരെയില്ല, പടമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് കോട്ടയത്ത് നിന്ന് ദീപിക വാരികയുടെ പത്രാധിപരാകാനുള്ള ക്ഷണം വരുന്നത്. വർഷങ്ങളായി ദീപിക വാരിക നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരുടെയോ ഒരു ബുദ്ധിയിൽ ഉദിച്ചു ഭാസ്കരൻ മാഷിനെ വിളിച്ച് പത്രാധിപരാക്കാം. അങ്ങനെ 1950കളിൽ നിന്നുപോയ ഈ പറയുന്ന ദീപിക വാരിക 1979 ഏപ്രിൽ 15 പുനഃപ്രസിദ്ധീകരണം തുടങ്ങി. പത്രാധിപർ പി ഭാസ്കരൻ. കോട്ടയം CMS കോളേജിനടുത്ത് ചെറിയ ഒരു വീടെടുത്തു. മലയാളത്തിലെ വലിയ പടങ്ങൾ ചെയ്ത സംവിധാനം എന്നുള്ള ആർഭാടമൊന്നുമില്ലാതെ ഒരു ചെറിയ വീടെടുത്തു. എന്നിട്ട് പ്രമുഖരായ എഴുത്തുകാരെ കൊണ്ടൊക്കെ ഈ പറഞ്ഞ ദീപികയിൽ എഴുതിപ്പിച്ചു. വാരിക വലിയ വിജയമായി. കെ കരുണാകരനോടൊപ്പം ഒന്നിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട് ഭാസ്കരൻ മാഷ്. ആ കെ കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രിയും ആയി. ആ സമയത്ത് ഭാസ്കരൻ മാഷിനെ KSFDCയുടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഫിലിം ഓഫീസറാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാനേജരാക്കി. അത് കഴിഞ്ഞ് KSFDCയുടെ ചെയർമാനാക്കി. KSFDC തുടക്കം കുറിക്കുമ്പോൾ ആദ്യ ചെയർമാനായി പി ഭാസ്കരൻ്റെ പേരാണ് ഉയർന്നു വന്നത്. പക്ഷേ PRS പിള്ളയായിരുന്നു, തിരമാല സംവിധാനം ചെയ്ത PRS പിള്ളയായിരുന്നു ചെയർമാനായത്. ആദ്യ EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ആദ്യ മുഖ്യമന്ത്രി ആയിട്ട് EK നയനാർ വന്ന സമയത്താണ് KSFDCയുടെ തുടക്കം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി കണ്ട പി ഭാസ്കരൻ്റെ പേര് വെട്ടിക്കളയുകയാണ് ഉണ്ടായത്. അടുത്ത ടൈമിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ ഭാസ്കരൻ മാഷിനെ ഫിലിം ഓഫീസറാക്കി. കാരണം അപ്പോഴതേ ഒഴിവുള്ളൂ. വഴുതക്കാട് കലാഭവനിലെ 2ാമത്തെ നിലയിൽ മുറി ഒഴിവില്ലാത്തതിനാൽ ഹാളിൻ്റെ ഒരു മൂലയിൽ ഒരു മേശയും ഒരു കസേരയൊക്കെ ഇട്ട് ഒരു ഫോൺ പോലും ഇല്ലാതെ ഫിലിം ഓഫീസറായിട്ട് ഭാസ്കരൻ മാഷിനെ ഇരുത്തി. അപ്പോൾ ക്യാബിനുള്ള ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെരുമ്പുഴ ഗോപാലകൃഷ്ണ സാർ. അദ്ദേഹം പറഞ്ഞു, മാഷിങ്ങനെ പുറത്തിരിക്കണ്ട, എൻ്റെ മുറിയിൽ 2 മേശ ഇടാനുള്ള സൗകര്യമുണ്ട്, ഫോണും ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പം സ്നേഹപൂർവ്വം ഭാസ്കരൻ മാഷ് അത് നിഷേധിച്ചു. ആഴ്ചകൾക്ക് ശേഷം സ്റ്റുഡിയോ മാനേജരായി തിരുവല്ലം കുന്നുകയറി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് മാഷ് പോയി. കാർ ഉൾപ്പെടെയുള്ള കിട്ടി. അവിടെ ചിത്രാഞ്ജലിയിൽ ക്യാബിനൊക്കെ കിട്ടി. PRS പിള്ള കാലാവധി കഴിഞ്ഞ് പോയപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനാക്കി കെ കരുണാകരൻ. പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞ PT ശശികുമാർ, അദ്ദേഹത്തിൻ്റെ മരുമകൻ എന്നറിയപ്പെടുന്ന ഭാസ്കരൻ മാഷിൻ്റെ മരുമകൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ സ്വകാര്യ ചാനൽ വരുന്നു. ശ്യാമസുന്ദര കേദാര ഭൂമി, ജീവിതഫല ധാന്യസമ്പന്ന ഭൂമി, മാനവർക്ക് സമത നൽകിയ മാവേലിതൻ ഭൂമി, മധുരമഹിത ലളിത കലകൾ, വിരിയും മലർവാടി എന്നുള്ള ഏഷ്യാനെറ്റിൻ്റെ ടൈറ്റിൽ സോങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. മനോഹരമായ രസകരമായ വിഷ്വലുകൾ കൊണ്ടുള്ള നല്ല പാട്ടല്ലേ, ഭാസ്കരൻ മാഷ് എഴുതിയതാണ്. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ചാനലിൻ്റെ ടൈറ്റിൽ സോങ്ങാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ശ്യാമസുന്ദര കേദാര ഭൂമി എന്നുള്ളത്. ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനായി മാഷിനെ നിശ്ചയിച്ചു. ഏഷ്യാനെറ്റിൻ്റെ ടൈറ്റിൽ സോങ് AR റഹ്മാൻ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ AR റഹ്മാനെ ഏൽപ്പിച്ചു. അപ്പോൾ റഹ്മാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷേ ഞാൻ ട്യൂണിടും, അതിനനുസരിച്ച് വരികൾ എഴുതണം. അത് പറ്റില്ല എന്ന് ശശികുമാർ പറഞ്ഞു. നമ്മുടെ മാതൃഭൂമിയിലുണ്ടായിരുന്ന VK മാധവൻകുട്ടിയും സക്രിയയും ഐസക് തോമസ് കൊട്ടുകാപ്പള്ളി എന്ന സംഗീത സംവിധായകനും ഭാസ്കരൻ മാഷുമായിട്ട് ഈ വിഷയം സംസാരിച്ചു. കാരണം റഹ്മാന് മലയാളം അറിയില്ലാത്തതുകൊണ്ട് ട്യൂണിടാതെ പാട്ട് ചെയ്യാൻ അറിയില്ല, ട്യൂണിട്ട് തരും, അതിനനുസരിച്ച് മാഷ് എഴുതിയാലേ പറ്റൂ എന്നുള്ളതായി. വിനയാന്വിതനായി മാഷ് പറഞ്ഞു, റഹ്മാൻ നമ്മുടെ മുദ്രാഗാനത്തിന് സംഗീതം നൽകുന്നത് അഭിമാനമാണ്. നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ടൈറ്റിൽ സോങ് റഹ്മാൻ ചെയ്യാമെന്ന് ഏറ്റുമെങ്കിൽ അത് നമുക്ക് അഭിമാനമാണ്. എനിക്ക് ട്യൂണിട്ട് എഴുതി വശമില്ല, മറ്റൊരു കവിയെ കൊണ്ട് വരികൾ പിന്നീട് എഴുതിക്കാം, ആദ്യ ആൾ ട്യൂണിറട്ടെ, അത് നമുക്ക് വേറൊരു കവിയെ കൊണ്ട് എഴുതിക്കാമെന്നുള്ള വിശാല മനസ്സ് കാണിച്ച മനുഷ്യനാണ് ഭാസ്കരൻ.
ഈ വിവരം റഹ്മാൻ അറിഞ്ഞു. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തും എനിക്ക് ഗുരുതുല്യനുമായ ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് ഞാൻ എന്നാൽ കഴിയും വിധം സംഗീതം നൽകാം. അദ്ദേഹം എഴുതാതിരിക്കേണ്ട, വേറെ ആൾ എഴുതുന്നു വേണ്ട, എനിക്ക് ഗുരുതുല്യനാണ്, എനിക്ക് പറ്റുന്ന രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞ് അല്ല സംഗീതം കൊടുക്കാമെന്ന് റഹ്മാൻ ഏറ്റു. ഐസക് തോമസ് കൊട്ടുകാപ്പള്ളി റഹ്മാനെ സഹായിച്ചു ഏറെ. അങ്ങനെയാണ് ആ ടൈറ്റിൽ സോങ് ഉണ്ടായത്. 1993 ആഗസ്റ്റ് 17 തിരുവോണ ദിവസം ഏഷ്യാനെറ്റ് എന്ന ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ചാനൽ പറന്നു. 1993 ഓർത്തു വെച്ചോളൂ. അതിൻ്റെ കൂടെ കേബിൾ നെറ്റ്വർക്കും തുടങ്ങി. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലായിരുന്നു ഉദ്ഘാടനം. അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയർമാനായി പി ഭാസ്കരൻ ആ ഉദ്ഘാടന പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിച്ചു. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ എന്നുള്ള പാട്ട്, അതുപോലെ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും യത്തീമുകൾ എന്ന പാട്ട്, പാവനനാം ആട്ടിടയ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങൾ ആശ്വസിക്കട്ടെ ദേവാനിൻ തിരുസന്നിധിയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്രിസ്ത്യൻ പാട്ടായാലും ക്രിസ്ത്യൻ ഭക്തിഗാനമായാലും മുസ്ലിം ഭക്തിഗാനമായാലും ഹിന്ദു ഭക്തിഗാനമായാലും ഭാസ്കരൻ മാഷ് എഴുതിയ ഈ 3 പാട്ടുകൾ എന്നും ഓർക്കപ്പെടുന്ന പാട്ടുകളല്ലേ. 3 പാട്ടും മലയാളികൾക്ക് പ്രിയങ്കരമായ പാട്ടുകളായി. 3 ദൈവങ്ങളുടെ പാട്ടെഴുതിയതും ഭാസ്കരൻ മാഷായിരുന്നു എന്നുള്ളത് എനിക്കൊരു അതിശയം തോന്നി ഈ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുമ്പോൾ. ഏറ്റവും അധികം പാട്ടുകൾ ഒരു ചിത്രത്തിന് എഴുതിയ ക്രെഡിറ്റ് ഭാസ്കരൻ മാഷിനാണ്. ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി 23 പാട്ടുകൾ എഴുതി. മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകം സിനിമയാക്കിയപ്പോൾ 10 പാട്ടുകൾ എഴുതി. ലൈല മഞ്ജുനു ചെയ്തപ്പോൾ 12 പാട്ടുകൾ ആ ചിത്രത്തിന് വേണ്ടി എഴുതി. മറക്കാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം, മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓണിയെത്തി ഉണർത്തിയിടുന്നു എന്നുള്ള മുറപ്പണ്ണിലെ പാട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണല്ലോ. മനോഹരമായ വരികളല്ലേ. നീലക്കുയിൽ മുതൽ ശ്രീ ഗുരുവായൂർ മഹാത്മ്യം വരെ 46 സിനിമകൾ ഭാസ്കരൻ മാഷ് സംവിധാനം ചെയ്തു. 46 എണ്ണം. ലൈല മഞ്ജുനു ഭാഗ്യജാതകം മുതൽ ജഗദ്ഗുരു ആദിശങ്കരൻ വരെ 10 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്തു. ഈ ജഗദ്ഗുരു ആദിശങ്കരൻ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. ലൈല മഞ്ജുനു സൂപ്പർ ഹിറ്റായ സിനിമയാണ്. 7 സിനിമകൾക്ക് അദ്ദേഹം കഥയോ തിരക്കഥയോ എഴുതി. തിരമാല മുതൽ അരങ്ങും അണിയറയും വരെ, ചന്ദ്രകുമാറിൻ്റെ അരങ്ങും അണിയറയും വരെ 7 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. നീലക്കുയിലിലെ പോസ്റ്റ്മാൻ മനോഹരമായ വേഷമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മഹാകവി വള്ളത്തോൾ, മലയാള സിനിമ 50 വർഷം, നാട്ടരങ്ങ്, അങ്ങനെ 3 ഡോക്യുമെൻ്ററികൾ അദ്ദേഹം സംവിധാനം ചെയ്തു. നീലക്കുയിലിന് 1954 നാഷണൽ അവാർഡ് കിട്ടി. മികച്ച ഇന്ത്യയിലെ മികച്ച 2ാമത്തെ ചിത്രത്തിന് വെള്ളി മെഡൽ നീലക്കുയിൽ നേടി. നായര് പിടിച്ച ഗുരുവാല് 1958 കേന്ദ്ര സർക്കാരിൻ്റെ മെറിറ്റ് സർട്ടിഫിക്കറ്റ് നേടി. ആദ്യ കിരണങ്ങളും 1964 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് നേടി. ഇരുട്ടിൻ്റെ ആത്മാവ് 1966 മികച്ച സാമൂഹ്യ പുരോഗമന സതുദ്ദേശ ചിത്രത്തിനുള്ള അവാർഡ് നേടി. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ള ചിത്രം 1967 രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ വീണ്ടും നേടി. തുറക്കാത്ത വാതിൽ 1970 ദേശീയോദ്ഗ്രഥത്തിനുള്ള അവാർഡ് നേടി. 2000 വള്ളത്തോൾ പുരസ്കാരം കിട്ടി. 1993 കേരള സർക്കാർ JC ഡാനിയൽ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഒരു പത്മശ്രീ പോലും ഭാസ്കരൻ മാഷിനെ പോലുള്ളൊരു മനുഷ്യന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ പത്മശ്രീ വാങ്ങുന്നവരോടൊക്കെ നമുക്ക് പുച്ഛം തോന്നേണ്ടത്. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു എന്നുള്ള 1970 സ്ത്രീ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. ഏതോ നദിയുടെ തീരത്ത് എന്നുള്ള കൊച്ചു തെമ്മാടി എന്ന് പറഞ്ഞ സിനിമയിലെ 1985 എഴുതിയ പാട്ട്. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കുന്ന കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എന്നുള്ള ഭരതൻ സംവിധാനം ചെയ്ത വെങ്കലത്തിലെ 1992 പാട്ട്. ഈ 3 പാട്ടുകൾക്ക് 3 തവണ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹം നേടി. 1985 റെക്കോർഡ് ചെയ്യപ്പെട്ട പാട്ടാണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം എന്നുള്ള എന്നത്തെ ഹിറ്റാണ്. പടം ഷൂട്ടിംഗ് നടന്നില്ല. വിദ്യാധരൻ മാഷായിരുന്നു സംഗീതം. മാഷിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം എന്നുള്ള. സാറിനെ ആരെങ്കിലും ചെന്ന് കണ്ടാൽ, ഈ പാട്ട് റെക്കോർഡിങ്ങിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും അദ്ദേഹത്തെ കണ്ട് ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചാൽ ഓട്ടോഗ്രാഫിൽ അദ്ദേഹം എഴുതുന്ന വരികൾ ഇതായിരുന്നു: സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം എന്ന് എഴുതിയാണ് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മാഷിന് പ്രിയപ്പെട്ട പാട്ടായിരുന്നു അത്. കാണാൻ കൊതിച്ച് എന്ന കെ സുഗു സംവിധാനം ചെയ്യാനിരുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കമ്പോസ് ചെയ്തത്. ലോഹിതദാസിൻ്റെ ആദ്യ തിരക്കഥ ആകേണ്ട സിനിമയായിരുന്നു കാണാൻ കൊതിച്ച്. ഒറ്റ പാട്ടേ ഉള്ളൂ. പടത്തിൻ്റെ ആത്മാവായി മാറണം ആ പാട്ട് എന്ന് സംവിധായകൻ സുഹു മേനോൻ എന്ന് പിന്നീട് അറിയപ്പെട്ട സുഹു കെ വേണുവിൻ്റെ അനുജനാണ്, സഹോദരനാണ്. കെ സുഹു
ഭാസ്കരൻ മാഷിനോട് പറഞ്ഞു. തീവ്രമായ പ്രണയം, പലവിധ തടസ്സങ്ങൾ, ഒടുവിൽ വിവാഹത്തിൽ കലാശിക്കും. അപ്പോൾ വിവാഹത്തിൽ കലാശിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഉയരേണ്ടതാണ് ഈ ഗാനം എന്ന് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ഏതോ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി ഭാസ്കരൻ മാഷ് തൃശ്ശൂരിലുണ്ട്. എന്നാൽ പിന്നെ മാഷിനെ കൊണ്ട് പാട്ട് എഴുതിക്കാമെന്നായി ഈ സിനിമയുടെ സൃഷ്ടാക്കൾ. ഇതിൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ സുന്ദർദാസിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് ഇതിൻ്റെ നിർമ്മാതാവ്. സുന്ദർദാസിൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ലോഹിതദാസിന് നല്ല ബന്ധമുണ്ട്. നാടകങ്ങളൊക്കെ എഴുതി അവിടെ തൃശ്ശൂരുള്ള ഏതോ ഒരു ഈ ക്ലിനിക്ക് ലാബൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ലോഹിതദാസ്. ആ ബന്ധം വച്ചിട്ടാണ് ഒരു സിനിമ ചെയ്യാമെന്ന് സുന്ദർദാസിൻ്റെ അളിയൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ തിരക്കഥ ലോഹിതദാസിനെ കൊണ്ട് എഴുതിക്കാം. എങ്ങനെയോ കെ സൂഗു സംവിധായകനായി. തിരുവനന്തപുരത്ത് തരങ്ങണി സ്റ്റുഡിയോയിൽ വന്നാണ് ഈ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് തെക്കുറിശി മാമനായിരുന്നു വിളക്കൊക്കെ കൊളുത്തിയത്. അത് കഴിഞ്ഞ് ഒരു വലിയ മോശമല്ലാത്ത അന്നത്തെ കാലത്ത് ഒരു വലിയ തുകയും വാങ്ങിക്കൊണ്ട് സിനിമയിലെ നടീനടന്മാരെ ബുക്ക് ചെയ്യാനായിട്ട് സംവിധായകൻ മദ്രാസിന് പോയി. പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടേ ഇല്ല. അങ്ങനെയാണ് ആ സിനിമ മുടങ്ങിപ്പോയത്. ഇത് അധികം പേര് അത് പറയാറില്ല. ലോഹിതദാസ് പോലും അങ്ങനെ പറയാറില്ല. അങ്ങനെ ലോഹിതദാസിൻ്റെ ആദ്യത്തെ സിനിമ മുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ തൃശ്ശൂരിൽ സാഹിത്യ അക്കാദമിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഭാസ്കരൻ മാഷ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ തീരുമാനിച്ചു. ഭാസ്കരൻ മാഷിൻ്റെ തന്നെ വരികൾക്ക് അഷ്ടപതി എന്ന് പറഞ്ഞാൽ അമ്പിളിയുടെ വീണപൂവൊക്കെ എടുത്ത അമ്പിളിയുടെ അഷ്ടപതി എന്ന് പറഞ്ഞ സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് തൃശ്ശൂർകാരൻ തന്നെ ആയ വിദ്യാരൻ മാഷായിരുന്നു. അപ്പോൾ വിണ്ണിൻ്റെ വിരിമാറൽ എന്ന് പറഞ്ഞ അഷ്ടപതിയിലെ പാട്ട് അക്കാലത്തെ ഒരു ഹിറ്റായ പാട്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീമൂല നഗരം വിജയൻ സംവിധാനം ചെയ്ത എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞ സിനിമയിലെ കൽപ്പാന്ത കാലത്തോളം കാതരെ എന്നുള്ള പാട്ട് വിദ്യാരൻ മാഷ് സംഗീതം കൊടുത്ത് സൂപ്പർ ഹിറ്റായ പാട്ടാണല്ലോ. അങ്ങനെ വിദ്യാരൻ മാഷിനെ സംഗീത സംവിധായകനാക്കി. തൃശ്ശൂരിൽ ബിനി ടൂറിസ്റ്റ് ഹോമിലെ 1ാം നിലയിലെ മുറിയിലിരുന്ന് കമ്പോസിങ് നടത്തി. അപ്പോൾ കമ്പോസിങ്ങിന് മുമ്പായിട്ട് സുഹൃത്തായ ശോഭന പരമേശ്വരൻ നായരെയും ഭാസ്കരൻ മാഷ് വിളിച്ചു വരുത്തി. അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ, സുകുമേനോൻ, ലോഹിതദാസൊക്കെ മുറിയിലുണ്ട്. സംവിധായകൻ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. മാഷ് സിറ്റുവേഷനൊക്കെ കേട്ടിട്ട് ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി നടന്നു. ആ ഉലാത്തുന്നതിനിടയിൽ ചില പല്ലവികൾ പാടി. പക്ഷേ ശോഭന പരമേശ്വരൻ നായർക്ക് അതത്ര രുചിച്ചില്ല. ഇതല്ല മാഷെ, വേറൊരു പല്ലവി പറയൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടായിരുന്നു. കാരണം ഭാസ്കരൻ മാഷാണ് ഒരു 10 എണ്ണം വേണമെങ്കിലും മാറ്റി എഴുതുമെന്ന് അറിയാം. അപ്പോൾ ഭാസ്കരൻ മാഷ് എന്തെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാത്റൂമിലേക്ക് കയറി, കുളിമുറിയിലേക്ക് കയറി കഥ കടച്ചെങ്കിലും പുറത്തിരിക്കുന്നവർ കേൾക്കാം, അകത്തുനിന്ന് എന്തൊക്കെയോ മൂളിപ്പാട്ട് മാഷ് പാടുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭാസ്കരൻ മാഷ് പുറത്തിറങ്ങി ശോഭന പരമേശ്വരൻ നായരുടെ മുഖത്ത് നോക്കിയിട്ട് പാടി. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. അത്രയും പല്ലവി പാടിയപ്പോൾ തന്നെ ശോഭന പരമേശ്വരൻ നായർ പറഞ്ഞു, ഇത് സൂപ്പർ ഹിറ്റ്, ഇത് മതി, മാഷ് ബാക്കി എഴുതിക്കോ എന്ന് പറഞ്ഞു. 15 മിനിറ്റ് ഈ പല്ലവി ചിട്ടപ്പെടുത്താനായിട്ട് വിദ്യാരൻ മാഷ് എടുത്തു. ഇതിനിടയിൽ മാഷ് ബാക്കി വരികളും എഴുതി. തിരുവനന്തപുരം തരങ്ങണി സ്റ്റുഡിയോയിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, പൂജയും റെക്കോർഡിങ്ങും ഒക്കെ നടത്തിയിട്ട് പടം മുടങ്ങി. ഈ സുഖുവിനെ പിന്നെ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണുമ്പോഴൊക്കെ ഈ പടം അത് കാണാൻ കൊതിച്ചെന്നുള്ള വിട്ടു. സുഖു മേനോനെ കാണുമ്പോഴൊക്കെ ഭാസ്കരൻ മാഷ് പറയും, നിങ്ങളൊരു പടം ചെയ്യണം, ആ പടത്തിന് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാമെന്ന് ടൈറ്റിൽ ഇടണം, അതിനും പാട്ടെഴുതാൻ നിങ്ങൾ എന്നെ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ 2018 സംവിധായകൻ സുഖു മേനോനും ഈ ലോകം വിട്ടുപോയി. ഭാസ്കരൻ മാഷിൻ്റെ ഭാര്യയുടെ പേര് ഇന്ദിര. പാലക്കാട്ട് ആലത്തൂർ തെക്കേ അണുവാങ്കോട് ആണ് അവരുടെ വീട്. 18ാമത്തെ വയസ്സിൽ 30 വയസ്സുകാരനായ ഭാസ്കരൻ മാഷിൻ്റെ ഭാര്യയായി. 1955 മെയ് 18 വൈകുന്നേരമായിരുന്നു വിവാഹം. പണ്ടത്തെ കാലത്ത് വൈകുന്നേരം വിവാഹങ്ങളുണ്ടായിരുന്നല്ലോ. ആലുവ FACTയിലെ സീനിയർ ഡോക്ടറായ OPR മേനോൻ്റെ മകളാണ് ഇന്ദിര. ആലുവയിലായിരുന്നു വിവാഹം. കുറിച്ച് വെച്ച മുഹൂർത്തത്തിന് താലി കെട്ടാൻ പറ്റിയില്ല. ആ സമയത്ത് എന്തോ പ്രശ്നം കൊണ്ട് സമയത്തിനെത്തിയില്ല. 2007 ഫെബ്രുവരി 25-ാം തീയതി തിങ്കളാഴ്ച ഭാസ്കരൻ മാഷ് ഈ ലോകത്തോട് വിട പറഞ്ഞു. 1 മണിയും 10 മിനിറ്റും കഴിഞ്ഞപ്പോൾ കുളിമുറിയിൽ കുഴഞ്ഞു വീണതാണ് കാരണം. വീഴ്ചയിൽ തന്നെ മരണം സംഭവിച്ചു. ഉയർച്ച താഴ്ചയിൽ മനസാന്നിധ്യത്തോടെ നേരിടണം എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനായിരുന്നു ഭാസ്കരൻ മാഷ്. അമിത ആഹ്ലാദമോ തീവ്ര ദുഃഖമോ ജീവിതത്തിൽ പാടില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നു ഭാസ്കരൻ മാഷ്. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു 4 കാൽ ഓലപ്പെരയുണ്ട് എന്നെഴുതിയ മാഷിന്
നാഴിയിടങ്ങഴി മണ്ണോ നാരായണക്കിളി കൂടോ പോലുള്ള ഒരു വീടോ മരിക്കുന്നതുവരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടേക്കാണ് ഞാൻ ആലോചിക്കുന്നത്. സൂപ്പർ ഹിറ്റുകളായ നൂറുകണക്കിന് പാട്ടുകൾ എഴുതിയ മനുഷ്യൻ, അതുപോലെ സൂപ്പർ ഹിറ്റുകളായ സിനിമകൾ സംവിധാനം ചെയ്ത മനുഷ്യൻ, പക്ഷേ സ്വയം നിർമ്മിച്ച് അതിലൊരുപാട് കാശുകൾ നഷ്ടപ്പെട്ട് ഈ സിനിമയിൽ നിന്നുണ്ടാക്കിയതെല്ലാം സിനിമയ്ക്ക് തന്നെ സമർപ്പിച്ചിട്ട് നാട്ടിൽ വന്ന് തിരുവനന്തപുരത്ത് വന്ന്, നാട്ടിൽ പോയില്ല, കൊടുങ്ങല്ലൂർ പോയില്ല, തിരുവനന്തപുരത്ത് വന്ന് വാടക വീട്ടിൽ ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു മാഷിൻ്റെ വിധി നിയോഗം എന്ന് പറയാം. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 100 വയസ്സായാലേ. പക്ഷേ മറവി രോഗം ബാധിച്ച ഒരാളും ഒരുപാട് കാലം ജീവിച്ചിരിക്കരുത്, അത് ഞാനായാൽ പോലും ജീവിച്ചിരിക്കരുതെന്ന് ഞാൻ പറയും. കാരണം വലിയ ബുദ്ധിമുട്ടാണ്, വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്, രോഗിക്കും ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഈ തന്മാത്രയൊക്കെ കണ്ടപ്പോൾ ബ്ലസ്സിയുടെ പടത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായില്ലേ. കുറച്ച് കാലമാണെങ്കിൽ പോലും മാഷ് ഒരുപാട് വേദനിപ്പിച്ചു പ്രിയപ്പെട്ടവരെ, കാരണം ഈ മറവി രോഗം കൊണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 21-ാം തീയതി അദ്ദേഹത്തിന് 100 വയസ്സായി. ഇന്നലെ അനശ്വരനായ മലയാളത്തിൻ്റെ പ്രിയ കവി, പ്രിയ ഗാനരചയിതാവ്, പ്രിയ സംവിധായകനൊക്കെയായ സകല കലാവല്ലഭനായ നടൻ ഒക്കെ ആയ ഭാസ്കർ മാഷിന് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാന്തുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ കാണുന്നത് പോലെയായിരുന്നു ഞാൻ ഭാസ്കർ മാഷിനെ കണ്ടിരുന്നത്. ആ ഭയഭക്തി ബഹുമാനത്തോടെ ദൂരെ നിന്നതല്ലാതെ ഞാൻ ഒരു ദിവസം പോലും ഭാസ്കർ മാഷിന്, എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരെ കണ്ടാലും കയറി പരിചയപ്പെടുന്ന ആളാണ്. പക്ഷേ ഭാസ്കർ മാഷിനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ആ വലിയ മനസ്സിനുടമയ്ക്ക് പറയണമെങ്കിൽ ഭാസ്കർ മാഷിനെ കുറിച്ച് ഒരുപാട് പറയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് വേണമെങ്കിൽ 5 എപ്പിസോഡ് ചെയ്യാം. ഇത് തന്നെ നീണ്ടുപോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നീണ്ടുപോയി എന്ന് പറഞ്ഞ് പലരും പരാതി പറയുന്ന കാലമല്ലേ. എന്തായാലും അധികം കിടന്ന് കഷ്ടപ്പെടാതെ മാഷ് വിട പറഞ്ഞു. പ്രിയപ്പെട്ട ഭാസ്കർ മാഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഭാസ്കർ മാഷിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിക്ക്, ഗാനരചയിതാവിന്, സംവിധായകൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.